ബഹുമാന്യനായ പ്രിയങ്കരനായ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട ശ്രീ അരുൺ വിജയൻ, ശ്രീ ഉമേഷ്, പ്രിയപ്പെട്ട ശ്രീ VKC മുഹമ്മദ് കോയ, സ്വാഗതം ആശംസിച്ച ശ്രീ ഫസലുദ്ദീൻ ഉൾപ്പെടെ KSSIA ഭാരവാഹി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ബജറ്റ് അവതരണത്തിന് മുൻപായി KSSIA ഭാരവാഹികൾ ഒരു പ്രപ്പോസൽ തരികയുണ്ടായി. എല്ലാം ഉൾപ്പെടുത്തിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, കാരണം ബജറ്റ് തയ്യാറാക്കാനുള്ള സമയപരിധി ഉണ്ടായിരുന്നു. പക്ഷെ കുറേ കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു വ്യവസായ നയവും അതിൻ്റെ ദിശാബോധവും നമ്മുടെ ബജറ്റിലുണ്ട്. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ പരിണതപ്രജ്ഞനായ ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയും നമുക്ക് കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിന്റെ പരിചയവും തീർച്ചയായും കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉയർച്ച ഉണ്ടാകുന്ന തരത്തിൽ അത് പൂർണ്ണമായി ഉപയോഗിക്കും. അദ്ദേഹം തന്നെ വിശദീകരിക്കും. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ചെയ്ത നിരവധിയായ കാര്യങ്ങളുണ്ട്, വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട്. ഒരുപാട് നാളുകളായി പരിഹാരം കാണാത്ത പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയും പരിഹാരം കാണാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആംബിയൻസ്, ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മൾ ചെയ്ത സമീപനം എന്താണ്? കേരളം തീർച്ചയായിട്ടും വലിയ ധനപ്രതിസന്ധിയിലൂടെ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. അതൊന്നും നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ല. ഞങ്ങൾ എന്താ ചെയ്തത്? സാമ്പത്തിക പ്രതിസന്ധിയാണ്, അന്നാ കുറെ നികുതി നിർദ്ദേശങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു കളയാം എന്ന് കരുതിയില്ല. നികുതി നിർദ്ദേശങ്ങൾ വർദ്ധിപ്പിക്കുന്നതല്ല ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയം. അതിന് വളരെ വളരെ വ്യത്യസ്തമായ, ഇതുവരെ കാണാത്ത ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നികുതി വർദ്ധിപ്പിച്ച് എല്ലാ മേഖലകളിലുമുള്ള സംരംഭകരെ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവരെ, ട്രേഡ് ചെയ്യുന്ന ആളുകളെ പ്രയാസത്തിലാക്കല്ല വേണ്ടത്. നികുതിയുടെ നെറ്റ്വർക്ക് ഞങ്ങൾ വ്യാപകമാക്കും. കൂടുതൽ ആളുകളിൽ നിന്ന് നികുതി വരുന്ന തരത്തിൽ കൂടുതൽ അതിന്റെ നെറ്റ്വർക്ക് കൂടുതൽ വ്യാപകമാക്കും. അതേസമയം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ. നമ്മൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല ഒരു ഫിനാൻഷ്യൽ ധനകാര്യ മാനേജ്മെന്റ് ഉണ്ടാകണം. പലതരത്തിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് വലിയ ചോർച്ചയുണ്ടാകുന്നു. ആ ഖജനാവിൽ നിന്ന് ചോർച്ചയുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിലെ കാലതാമസവും ആ കാലതാമസം വഴി ഉണ്ടാകുന്ന വലിയ ചെലവുകളാണ്. നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. പല പദ്ധതികളും പരിശോധിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടും വല്ലാത്ത പ്രയാസം ഉണ്ടാവും. ഒരു കൊല്ലത്തേക്ക് ഒരു പരിപാടി വയ്ക്കുകയാണ്, ഒരു പ്രോജക്റ്റ് 100 കോടി രൂപ. 1 കൊല്ലം കഴിഞ്ഞാലും തീരില്ല, 5 കൊല്ലം കഴിഞ്ഞാലും തീരില്ല, തീരുമ്പോ 10 കൊല്ലവും തീർന്നാൽ. അപ്പൊ 100 കോടി രൂപയുടെ പദ്ധതിക്ക് 1000 കോടി രൂപയായി. ആരുടെ പണമാണ് പോകുന്നത്? നിങ്ങൾ എല്ലാവരും നൽകുന്ന, നമ്മൾ എല്ലാവരും നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് അലംഭാവം കൊണ്ടും കാര്യശേഷിയില്ലായ്മ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും നഷ്ടപ്പെടുന്നത്. ആ ഖജനാവിന്റെ ചോർച്ച അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് ഈ ഗവൺമെന്റ് എടുത്തത്. അതിന് കേരളത്തിൽ ഇനി ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഉണ്ടാവും. പ്രോജക്ട് മാനേജ്മെന്റിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും. നമുക്കിപ്പോ നിങ്ങളെ ഒരു സ്ഥാപനം, നിങ്ങൾ ഒരാളെ ഉത്തരവാദിത്തം 6 മാസം കൊണ്ട് ഒരു കാര്യം തീർക്കണം. 6 മാസം കൊണ്ട് അയാൾ തീർത്തില്ലെങ്കിൽ ആളോടെ ഉണ്ടാവും. പക്ഷെ ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ല. ഗവൺമെന്റിന് ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല. അതാണ് സാഹചര്യം. 1 കൊല്ലം കൊണ്ട് തീർക്കേണ്ട കാര്യം 5 കൊല്ലം കൊണ്ട് തീർന്നില്ലെങ്കിലും ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇനി മുതൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഓരോ പ്രോജക്റ്റിനും കൃത്യമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾ അത് സമയബന്ധിതമായി നിർവഹിക്കണം. അതിനുള്ള ചട്ടക്കൂടുകൾ ഉണ്ടാവും. പണം നഷ്ടപ്പെടുന്ന പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ല, നമ്മുടെ സംസ്ഥാനത്തെ ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തികമായ നടപടിക്രമങ്ങൾ അതിനെ ഉത്തേജിപ്പിക്കണം, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പദ്ധതികളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചത്. ഒന്ന്, നമുക്ക് 600 കിലോമീറ്റർ ദൂരം കടലുണ്ട്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്. ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട്. 18 പോർട്ടുകളുണ്ട്. ഇതിനെയെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്
ഈ കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ്. എപ്പോഴും പറയുന്നത് സ്വപ്ന പദ്ധതിയാണ്. രണ്ട്, കേരളത്തിന്റെ ഈ പരിമിതമായ ദൂരത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏവിയേഷൻ ഹബ് 27 പ്രോജക്റ്റുകളാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 2 പ്രോജക്റ്റുകളോടൊപ്പം 10,000-ഓളം അല്ലെങ്കിൽ അതിലധികമോ MSMEകൾ ഉണ്ടാകണം എന്നും ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനുള്ള സാഹചര്യം എന്താ? ഒരാശയം, എന്തുമാത്രം ആശയങ്ങളുമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയുന്നത്. എത്ര ആശയങ്ങളുമായിട്ടാണ് പുതിയ ചെറുപ്പക്കാർ, പുതിയ സംരംഭകരെല്ലാം മുന്നോട്ട് വരുന്നത്. ആ പ്രോജക്റ്റുകളെ, ആ ആശയങ്ങൾ രൂപപ്പെട്ടു വരുന്നത് മുതൽ അത് ഒരു പദ്ധതിയായി, അത് പ്രോജക്റ്റായി, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ, നല്ല സാമ്പത്തിക ആസൂത്രണത്തോടുകൂടി നടപ്പാക്കി, സാങ്കേതികമായ പിന്തുണയോടുകൂടി അത് നടപ്പാക്കി ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് വരെ സർക്കാർ കൂടെ ഉണ്ടാകും. അതാണ് കൂടെ ഉണ്ടാകും. അത് ഏതെല്ലാം തരത്തിൽ സഹായിക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞു, ചില ചെറുപ്പക്കാർ വരിക, അവര് ടെക്നിക്കലി ഭയങ്കര കേപ്പബിളാണ് ഈ പ്രോഡക്റ്റ്, പക്ഷെ അവർക്ക് മാനേജ്മെന്റ് അറിയില്ല, അവർക്ക് മാർക്കറ്റിംഗ് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അവർക്ക് മാനേജ്മെന്റ് മെന്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ടെക്നിക്കൽ സൈഡ് വീക്കാണ്, മറ്റു സൈഡ് ഓക്കെ, അവിടെ ടെക്നോ മെന്ററിനെ സർക്കാർ കൊടുക്കുകയാണ്. ഓരോ സംരംഭം കൂടെ നിന്ന് മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. അതിനുള്ള ഒരുപാട് ആളുകൾ, ഇന്നിപ്പോ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി. പ്രായമുള്ളവർ കൂടി എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനെ ഒരു വെൽഫെയർ പ്രോജക്റ്റ് ആയിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത്, മറിച്ച് അതൊരു സിൽവർ ഇക്കോണമി ആയിട്ടാണ്. ആ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട പരിചയസമ്പന്നരായ ആളുകളെ കൂടി ഈ പുതിയ സംരംഭങ്ങൾ അവരുടെ ഉപദേശവും അവരുടെ ഗൈഡൻസും കിട്ടുന്ന രീതിയിൽ അതിനെ സമന്വയിപ്പിക്കാനുള്ള പദ്ധതി. അപ്പൊ ഒരുപാട് മേഖലകളുണ്ട്. ഈ മേഖലകളിലെല്ലാം പൂർണ്ണമായ പിന്തുണ. നമുക്ക് നമ്മുടെ പരിമിതികൾ എന്താണ്? നമ്മുടെ പരിമിതികൾ കിഴക്ക് ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് ആക്ട് ആണ്. നടുക്ക് വന്നാൽ പാഡി ആക്ട് ആണ്, അല്ലെ? ആ നിയന്ത്രണങ്ങളാണ്. പടിഞ്ഞാറ് വന്നു കഴിഞ്ഞാൽ CRZ ആണ്. 3 പ്രധാനപ്പെട്ട മേഖലകളും റെഗുലേറ്റഡ് ആണ് പല കാരണങ്ങൾ കൊണ്ട്. ഭൂമിയില്ല, ഭൂമി കുറവാണ്. ഉയർന്ന ജനസാന്ദ്രത, പല സംരംഭങ്ങളും നമുക്ക് കേരളത്തിൽ തുടങ്ങാൻ പറ്റും. നമ്മളതെല്ലാം പരിശോധിച്ചു. പക്ഷേ കേരളത്തിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, നമ്മുടെ പ്രത്യേകതകളുണ്ട്, നമ്മുടെ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളെ പ്രയോജനപ്പെടുത്തി എങ്ങനെ നമുക്ക് വ്യവസായ സംരംഭങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പൊ പുതിയ സാങ്കേതിക വിദ്യകൾ വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അല്ലെ? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉണ്ട്, റോബോട്ടിക് ടെക്നോളജി ഉണ്ട്, അതുപോലെ ഒരുപാട് ബയോടെക്നോളജിയിൽ പുതിയ മേഖലകളുണ്ട്. ഒരുപാട് പുതിയ സാധ്യതകൾ വരികയാണ്. സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടു കൂടി ആരംഭിക്കാൻ പറ്റാവുന്ന നിരവധി പ്രോജക്റ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാവും, അല്ലെ? മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റ് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് നിങ്ങൾ ഇപ്പോൾ 5 കൊല്ലം മുമ്പ് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലോകത്ത് ഒന്നാമത്തെ ഇന്റർനെറ്റും സൗകര്യങ്ങളും ഉള്ളത് കൊണ്ടും ആളുകൾക്ക് ഈ ലോകത്തെല്ലാം, പണ്ടാണെങ്കിൽ ഒരു ഫാഷൻ തന്നെ വേറെ എവിടെയെങ്കിലും പാരീസിലേക്കാണ് ആദ്യം ഫാഷൻ, പുതിയ ഫാഷൻ ഉണ്ടാകും. ആ ബാഗ് ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഫാഷൻ കേരളത്തിൽ എത്താൻ താമസിക്കും. ഇപ്പൊ താമസിക്കില്ല. ഇപ്പൊ 24 hours അല്ലെങ്കിൽ 48 hours കൊണ്ട് ആ ഫാഷൻ, പുതിയ ഫാഷൻ എന്താണെന്ന് കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവും. പ്രോഡക്റ്റുകൾക്ക് എല്ലാവർക്കും ഈ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രോഡക്റ്റിന്റെ സ്വഭാവം മാറുകയാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും നേരിടുന്ന ഒരു വെല്ലുവിളി, ആ പ്രോഡക്റ്റ് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, പലതരത്തിൽ ഓരോ പ്രോഡക്റ്റും. അതിനൊക്കെയുള്ള സാങ്കേതികമായ സഹായം, പിന്തുണ, മാർക്കറ്റിങ്ങിനുള്ള സംവിധാനം. നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യണം. പല സ്ഥലങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളുടെ ഇവിടെ വിൽപ്പന നടത്തുന്ന, മാർക്കറ്റ് ചെയ്യുന്ന സ്ഥലമായി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൺസ്യൂമർ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തെ ഒരു മാനുഫാക്ചറിംഗ് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഞങ്ങൾ വേറെ കാര്യമുണ്ട്, കേരള മാർക്ക്, കേരള ബ്രാൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് നമുക്കൊരു സർട്ടിഫിക്കേഷൻ, ഒരു കേരള ബ്രാൻഡ് നൽകും. നമുക്കത് പല സ്ഥലത്തേക്കും
നമുക്കത് കയറ്റി അയക്കാനും പല സ്ഥലങ്ങളിൽ മലയാളികളിൽ തന്നെ ഒരു വലിയ ഡയസ്പോറ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഗൾഫ് നാടുകളിലേക്ക് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം വിറ്റഴിക്കാനുള്ള സംവിധാനം ഈ മാസം 18-ാം തീയതി വരുന്ന 18-ാം തീയതി വിഴിഞ്ഞം തുറമുഖത്ത് ആക്ടിവിറ്റീസ് തുടങ്ങിയാൽ കയറ്റുമതി ഇറക്കുമതി സംരംഭം തുടങ്ങിയാൽ കേരളത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളെ കൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാല്യൂ ആഡ് ഉണ്ടാക്കാൻ നമുക്ക് ഇല്ലേ? ഞങ്ങൾ അതുപോലെ ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ലാൻഡ് റീഫോഴ്സ് 2 നമ്മൾ കൊണ്ടുവരാണ് 2.0 എങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഭൂപരിഷ്കരണത്തിന്റെ 2ാം ഭാഗം. ഭൂപരിഷ്കരണം കറക്റ്റായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ, ഒരു സംശയം വേണ്ട. ആ ഭൂപരിഷ്കരണത്തിന് അന്നുണ്ടാക്കിയ ആളുകളെ, നിയമം ഉണ്ടാക്കിയ ആളുകളെ ഇപ്പോഴും അഭിനന്ദിക്കുകയും അവരെ ആദരവോടുകൂടി ഓർക്കുകയും ചെയ്യാം. അതേസമയം കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ കാര്യത്തിൽ ഉണ്ടാകണം. ആ കാലാനുസൃതമായ മാറ്റം പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾക്കുണ്ടാവും. അതുണ്ടാകുന്നതിന്റെ ഗുണഫലം കേരളത്തിലെ ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്കും അതിന് കാരണമായിട്ട് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കൂടുതൽ സൗകര്യങ്ങൾ. അത് അദ്ദേഹം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അതിനെ കുറിച്ച് വിശദമായി പറയും. വലിയ സംരംഭങ്ങൾക്കുള്ള വലിയ പാർക്കുകൾ ഉള്ളപ്പോൾ തന്നെ ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പാർക്കുകൾ ഉണ്ടാവും. നിലവിലെ വ്യവസായ മേഖലകളിൽ ഞാനിപ്പോ വ്യവസായ മന്ത്രി അംഗമായിട്ട് സംസാരിച്ചാൽ അവിടെയുള്ള കുറെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വികസിപ്പിക്കണം. പല സ്ഥലത്തും നല്ല റോഡ് പോലും ഇല്ല അല്ലെ? അവിടെ ചെന്ന് കാണുമ്പോഴുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അത് കുറെ കൂടി ബെറ്ററായി കുറെ കൂടി അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള പണം കൂടി പ്രത്യേകമായിട്ട് അതിന് അനുവദിക്കും. എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്. വളരെ പ്രധാനപ്പെട്ട തീരുമാനം ശ്രീ ഉമേഷ് KFCയുടെ MD കൂടിയാണ്. 2 കോടി രൂപ ഉണ്ടായിരുന്ന അതിന്റെ പരിധി 5 കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ തീരുമാനമാണ്. 2 കോടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു മാക്സിമം കൊടുക്കാനുള്ളത്. അത് 5 കോടി രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. അതെല്ലാം ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്റർപ്രണർ സപ്പോർട്ട് സ്കീം അതിൽ കുറച്ച് അപാകതകൾ ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സംഘടന തന്നെ ESSന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യുന്നു. പിന്നീട് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്റർ ഡിപ്പാർട്ട്മെന്റുള്ള പ്രശ്നം. ഓരോ വകുപ്പുകളും കയറി ഇറങ്ങുകയാണ്. അതിന് ആധുനികമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയ ഫലപ്രദമായ ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകും. തെലങ്കാന മോഡൽ ഐപാസ് അല്ലെ? ഐസ്പാസ് ആ തെലങ്കാന മോഡൽ ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി പഠിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം. ഇപ്പൊ എന്താണ്, ഒരാൾ പോവാണ് ക്ലിയറൻസിന് വേണ്ടി. GST ക്ലിയറൻസ് വേണം, ലോക്കൽ ബോഡി ക്ലിയറൻസ് വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് വേണം, നിരവധി ക്ലിയറൻസ് ആണ്. അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. ഒരു പഞ്ചായത്തിലെ ക്ലർക്ക് വിചാരിച്ചാൽ പദ്ധതി അവിടെ കിടക്കും. നമുക്കറിയല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ പല സമയത്ത്. ആ സംവിധാനങ്ങളെ മാറ്റി അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം. ഇപ്പോ ഞങ്ങൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ കൗൺസിൽ രൂപീകരിച്ച് വലിയ ഡാഷ്ബോർഡ് എല്ലാം സെറ്റ് ചെയ്യാം. വ്യവസായ സംരംഭങ്ങളുമായി വരുന്ന ആളുകൾ, ഇൻവെസ്റ്റ്മെന്റുമായി വരുന്ന ആളുകൾ, അവര് നമ്മൾ മുന്നോട്ട് പോയിക്കൊള്ളാൻ അവർക്കൊരു അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. ഇങ്ങനെ പോകുന്ന ഒരു കാര്യം വഴിയിൽ കിടന്നാൽ ഏതെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ അത് അവിടെ എത്തും. അവിടെയും കൂടി എത്തും. ഒരു സ്ഥലത്ത് കൊടുത്താൽ ബാക്കിയുള്ള സ്ഥലത്തു കൂടി കണക്ടിവിറ്റി ഉണ്ടാക്കി എല്ലാ സ്ഥലത്തു കൂടി എത്തുകയും ഏറ്റവും പെട്ടെന്ന് തീരുമാനം എടുത്തു തരികയും ചെയ്യും. ഏറ്റവും പെട്ടെന്ന് തീരുമാനം എടുക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ പരിചയസമ്പന്നരായ ആളുകൾ തന്നെ പുതിയ സംരംഭങ്ങളുമായിട്ട് വരുന്നവർക്ക് നല്ല കൺസൾട്ടൻസ് ആയിട്ട് കൂടി നിങ്ങൾ ഞാനിപ്പോ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ KFCയിൽ നിന്ന് വലിയ കട വെക്കും ചില ചെറുപ്പക്കാർക്ക് അറിയില്ല. അവര് എന്നിട്ട് ഉടനെ വലിയ ഓഫീസ് സെറ്റപ്പ് ചെയ്യും. അവിടെ മുഴുവൻ എയർ കണ്ടീഷൻ എല്ലാം ചെയ്ത് ഗംഭീരമാക്കി കറങ്ങുന്ന കസേര കിട്ടി. ആ ബിസിനസ്സിന് ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. ചില ബിസിനസ്സിന് ആവശ്യം ഉണ്ടാവും. ഞാൻ ഗുജറാത്തിലെ ബറോദരയിലൊക്കെ കൂടി നടന്നിട്ടുണ്ട്. അവിടെ ചിലര് നമ്മുടെ കൊച്ചിയിൽ ചെന്നാൽ അറിയാലോ, കോടിക്കണക്കിന്
ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നതിലാണ് ഒരു സ്റ്റൂള് വിഷമിച്ചാണ് സ്റ്റൂൾ ഇട്ടിരിക്കുന്നത്, തൊട്ടപ്പുറത്ത് ഒരു ഫ്ലോറും വെച്ചുകൊണ്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടാൽ തോന്നും ഈ സ്റ്റൂള് വാങ്ങിച്ചത് തന്നെ ഭയങ്കര ചെലവായെന്നുള്ള മട്ടിലാണ് ആയിരിക്കുന്നത്. മറ്റൊക്കെ പഴയ പത്രങ്ങളിൽ ഒരു കെട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ മീതെ ഇരുന്ന് ബിസിനസ് നടത്തിയാൽ ഈ സ്റ്റൂള് മേടിക്കുന്ന ലാഭമാണെന്ന് കരുതുന്ന ബിസിനസ് ഉണ്ട്. അതായത് നമ്മൾ ഏത് സംരംഭം തുടങ്ങുമ്പോഴും അതിന്റെ ഒരു കോസ്റ്റ്, അത് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി. ഓരോ ചില ബിസിനസ്സിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് വേണ്ടി വരും, ഒരു ഷോ ഓഫ് ഒക്കെ വേണ്ടി വരും. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും 6 മാസം കഴിയുമ്പോഴേക്കും സംരംഭം തുടങ്ങാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കാണില്ല. അപ്പോഴേക്കും ഇവിടെ നിന്ന് നോട്ടീസ് വരും, ഇത് പൈസ അടയ്ക്കേണ്ട നോട്ടീസും ഇവിടെ വന്നോളും. അപ്പൊ അറിവില്ലായ്മ കൊണ്ടും കൃത്യമായ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടും വിജയിക്കപ്പെടേണ്ട പല സംരംഭങ്ങളും വിജയിക്കപ്പെടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. അപ്പൊ ഈ സംരംഭകരായിട്ട് വരുന്ന ആളുകളെ കോമ്പറ്റീറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പറഞ്ഞത് കൺസൾട്ടൻസ് ആകണമെന്ന് പറയുന്നത് നിങ്ങൾ കോമ്പറ്റീറ്ററെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ പോകില്ല. പക്ഷെ കൂടുതൽ സംരംഭങ്ങൾ വരികയും അത് നമുക്കൊരു പൊതുവായ ഒരു മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്താൽ വലിയ മാറ്റമുണ്ടാകും. ഞാൻ ഇവിടെ പ്രസിഡന്റിലൂടെ പറഞ്ഞതുപോലെ വ്യവസായ മന്ത്രിയെ കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, 6 മാസത്തിനുള്ളിൽ കൃത്യമായ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൃത്യമായ തീരുമാനമെടുത്ത് 6 മാസം കഴിയുന്ന കാരണം ചില നിയമങ്ങളിലുള്ള ഭേദഗതി കൂടി വേണം. അതുകൂടി നിങ്ങളുടെ പ്രപ്പോസൽ നിരന്തരമായി ഞാൻ ഒരു വാക്ക് തരികയാണ്, നിങ്ങളുടെ സംഘടനയുമായി ഇന്ററാക്ഷൻ ഉണ്ടാവും നിരന്തരമായി. ഏത് സമയത്തും ഞങ്ങളെ രണ്ടുപേരുടെ അടുത്ത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കൂടി പറയാം, ഒരു അപ്പോയിന്റ്മെന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് കാണാനും നിങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യം സെക്രട്ടേറിയറ്റിന് ഞങ്ങളുടെ രണ്ടുപേരും. പിന്നെ ഒരു ഓഫീസിൽ നിന്ന് മറ്റു ഓഫീസിലേക്ക് അധികം ദൂരെ യാത്ര ചെയ്യണ്ട, ഒരേ ഫ്ലോറിൽ തന്നെ അപ്പുറത്തും പുറത്തുമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഓഫീസ്. രണ്ടുപേരെയും ഒറ്റ അടിക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടുപോകാം, ചർച്ച ചെയ്യാം, കാര്യങ്ങളിൽ തീരുമാനങ്ങൾ, അടിയന്തരമായ തീരുമാനങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി പ്രഖ്യാപനങ്ങളല്ല, ഇനി ഡെലിവറിയാണ്, ഇനി അതിന്റെ റിസൾട്ടാണ് നമുക്ക് വരുന്നത്. ആ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഗവൺമെന്റ് വരുന്നത്. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു, നിങ്ങളുടെ കൂടെ സർക്കാർ ഉണ്ടാവും. വളരെ സന്തോഷത്തോടുകൂടി ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.